എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ ഗുരുവായൂർ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത അവതരിപ്പിക്കുന്നത് കണ്ടു. ഒരു മാധ്യമപ്രവർത്തകൻ എത്രമാത്രം അധപ്പതിക്കും എന്നുള്ളതിനും മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എങ്ങനെയാണ് ഒരു കള്ളത്തരം സന്നിവേശിപ്പിക്കുന്നതെന്നും തൻ്റെ പൂർവികന്മാരെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ നുണ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിനെ അപമാനിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു അരുണിൻ്റെ വാദം. അത് വളരെ പരത്തി പറയുന്നതിന് പകരം ഞാൻ അദ്ദേഹം ഉന്നയിച്ച 2-3 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, അവിടെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, വിശദീകരിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ കയറ്റാൻ വേണ്ടി, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിൽ അതിനെ എതിർക്കുകയും തടയുകയും ചെയ്തതാണ് സംഘപരിവാർ RSS എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമായ വാദവും പ്രചാരണവും. ഇത്രമാത്രം ഒരു തൻ്റെ മാതാപിതാക്കളെ പറയിപ്പിക്കാൻ വേണ്ടി ഇത്രയൊരു നുണ അരുൺ പറയേണ്ടതുണ്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 RSS കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നെ 11 വർഷം കൂടി ശേഷം 1942 31 നടന്ന സമരത്തിൽ 42 തുടങ്ങിയ RSS തടസ്സമുണ്ടാക്കി എതിര് നിന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം വൃത്തികെട്ട തരത്തിൽ ഈ മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ എന്ന് മാത്രമല്ല, ആ സത്യാഗ്രഹം നടത്തിയത് പറയുന്നത് കേട്ടാൽ അതൊരു മതേതര സത്യാഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഹിന്ദു സമൂഹത്തിലെ തന്നെ ഉൽപ്പതിഷ്ണുക്കളായ ആൾക്കാരും ഗുരുക്കന്മാരും ആചാര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ചേർന്നിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ നടത്തിയത്. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഇന്നത്തെ ഈ മതേതരവാദികൾക്കോ കപട മതേതരവാദികൾക്കോ മറ്റേതെങ്കിലും ആൾക്കാർക്കോ ഉള്ളതല്ല, മറ്റേതെങ്കിലും മതവിശ്വാസികൾക്കോ ഒന്നും ഉള്ളതല്ല. എന്നിരിക്കെ എന്തിനാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ അരുണിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി, അഥവാ അദ്ദേഹത്തിന് കൂലി കിട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇത്രയും വലിയ നുണ പ്രചരിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? വെറും പണത്തിന് മാത്രമാണോ, അതല്ല അദ്ദേഹം മറ്റാർക്കെങ്കിലും വേണ്ടി അടിമപ്പണി ചെയ്യുകയാണോ എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നായകൻ കേളപ്പജി ആയിരുന്നു. മറ്റ് പ്രമുഖരായ നേതാക്കന്മാർ മന്നത്ത് പത്മനാഭനും അതുപോലെയുള്ള നേതാക്കന്മാരുമായിരുന്നു. അതിലെ ഒരു വാളണ്ടിയർ ക്യാപ്റ്റൻ മാത്രമായിരുന്നു AK ഗോപാലൻ എന്ന AKG. പക്ഷേ AK ഗോപാലനും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത P കൃഷ്ണപിള്ളയും ഒന്നും അന്ന് കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങുന്നത് 1939 31 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എങ്ങനെയാണ് 39 തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തത് എന്നും കൂടിയുള്ള വിവരം അരുണിൻ്റെ അല്പമെങ്കിലും പൈതൃക അഭിമാനമുണ്ടെങ്കിൽ ആ നുണയും കൂടി ഒന്ന് തെളിച്ചു പറയേണ്ടതാണ്. ഇങ്ങനെ മൊത്തം സമൂഹത്തിൽ അപമാനം സൃഷ്ടിക്കുന്ന, തൻ്റെ കുടുംബമഹിമയൊന്നും വേണ്ടല്ലോ, സാധാരണ മാതാപിതാക്കളെക്കുറിച്ച് അല്പ അഭിമാനവും അറിവും ഒക്കെ ഉള്ളവർ ചെയ്യാറുള്ളത് മറ്റുള്ളവരെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി മെനക്കാടാറില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്, ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാം, ആക്രമിക്കാം, അപമാനിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞൊരു വലിയ പ്രസ്ഥാനത്തെ, ഇന്ന് ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു പ്രസ്ഥാനത്തെ ഇങ്ങനെ നുണ പറഞ്ഞ് അപമാനിക്കുന്നത് അരുണിന് എന്ത് കിട്ടാൻ വേണ്ടിയായിരിക്കും, ആരുടെ അടിമപ്പണിയുടെ ഭാഗമായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒരു മറുപടി അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, അവിടുത്തെ MLA ഹിന്ദു അല്ലാത്ത MLA അവിടെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒരു MLA ഉണ്ടാവുന്നത്. MLA നടത്തിയ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ MLA നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ ഗുരുവായൂരിൻ്റെ മഹാത്മ്യമാണെന്നും ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി എന്തോ മഹാകാര്യം ചെയ്തു എന്നും ഒക്കെയുള്ള തരത്തിൽ അരുൺ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചു
സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും എന്ന് മാത്രമല്ല, ആ ഫണ്ട് സർക്കാരിൻ്റെയാണ്. ഈ നാട്ടിലെ സർവ്വ ആൾക്കാരുടെ നികുതിപ്പണം കൊണ്ട് ആ നിയോജക മണ്ഡലത്തിൽ അത്തരം വികസന പ്രവർത്തനങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ നടത്താൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളാണ് MLA. അയാൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് ഗുരുവായൂർ അമ്പലത്തിന് ചെയ്യുന്ന പ്രത്യേകമായ സഹായമോ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രത്യേക ആനുകൂല്യങ്ങളോ ഒന്നും അല്ല എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അരുൺ കാണിക്കേണ്ടതായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, അപകടമുണ്ട്, ഗുരുവായൂർ അമ്പലത്തിന് തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെ എല്ലാവരും ഓടി വന്നു. ഇതൊക്കെ അരുൺ ആരോടാ പറയുന്നത്? നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരു കാര്യമാണല്ലോ. ഒരു അപകടമുണ്ടായാൽ, ഒരു കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായെന്നാൽ, അല്ലെങ്കിൽ ഒരു നിലവിളിയോ ഒരു സങ്കടകരമായ സാഹചര്യം ഉണ്ടായാൽ ആ നാട്ടിലുള്ള എല്ലാവരും ഓടിക്കൂടും. അത് മതത്തിൻ്റെ പേര് അല്ല, അതിന് പ്രത്യേകിച്ച് അതിൻ്റെ അവകാശം പറയാനൊന്നുമില്ല. മനുഷ്യനായിട്ടുള്ളവരൊക്കെ ഓടിക്കൂടും. പള്ളിയിൽ മണിയടിച്ചു, ബാങ്ക് വിളിച്ചു എന്നൊക്കെയുള്ളത് എല്ലാവരും ചെയ്യുന്നത്, അല്ല പുതിയ കാര്യമാണോ? അത്തരം സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കുന്നത് നിങ്ങളൊക്കെ കൂടെയാണ്. സാധാരണ നിലയ്ക്ക് നാട്ടിൻപുറങ്ങളിലോ നാട്ടിൽ എവിടെയെങ്കിലും അത്തരം അപകടങ്ങൾ ഉണ്ടായെന്നാൽ മതം നോക്കാതെ എല്ലാവരും ഓടി വരും. ഈ പറയുന്നത് പോലെ മതത്തിൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ, ഇപ്പം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ നടത്തിയ സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ കോമ്പൗണ്ടാണ് ഉപയോഗിച്ചത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അത് RSSകാരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നും അരുണിനില്ല. അരുൺ ഇപ്പോൾ അങ്ങോട്ട് ജനിച്ച് വളർന്നിട്ടേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി ഈ നാട്ടിലെ എല്ലാവരും ചെയ്തു പോരുന്നതാണ്. RSS തന്നെ എത്രയോ പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്പലത്തിന് ഒരിടത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ ഓടിക്കൂടിയത് അത് മതത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കേണ്ടതില്ല. അത് സാമാന്യ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് ചേർക്കേണ്ടതാണ്. അരുൺ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടിയതായിട്ട് ആ നാടിൻ്റെ എന്തെങ്കിലും അത് കേരളത്തിൻ്റെ അല്ല, പൊതുസമൂഹത്തിൻ്റെ രീതിയാണ്. അത് ഏത് നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വർഗീയതയെ മധുരം ചാലിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തട്ടിപ്പ് അരുൺ നടത്തിയത് എത്രയായാലും ശരിയായില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, അരുൺ അറിയേണ്ട ഒരു കാര്യം, ഗുരുവായൂരിനെ കുറിച്ച് ഇത്ര വീമ്പ് പറയുമ്പോൾ മറ്റൊരു കാര്യവും കൂടി ഓർക്കേണ്ടതുണ്ട്. ഗുരുവായൂരിനും തൊട്ടപ്പുറത്താണ് മണത്തല എന്ന് പറയുന്ന ക്ഷേത്രം. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നു. ആ മണത്തല ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ മണത്തല ക്ഷേത്രത്തിലേക്കുള്ള വരവ്, ഘോഷയാത്ര പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പോകാം, മൗനജാഥ നടത്തി പോകാനേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിലെ കൊട്ടും പാട്ടും സേവയുമായിട്ട് മെയിൻ റോഡിൽ കൂടി പൊതുവഴിയിലൂടി സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അരുൺ ഈ പറയുന്ന മതേതരവാദികളുടെ നാട്ടിൽ, ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വസിക്കുന്നവരുടെ നാട്ടിൽ അത്തരം സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലവും ഉണ്ടായിരുന്നു എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, ആ കാലത്ത് ഉണ്ടായിരുന്ന അത്തരം സ്വാതന്ത്ര്യത്തെ പിടിച്ചു വാങ്ങിച്ചെടുത്തത് തന്നെയാണ്. അത് ഹിന്ദു സമൂഹത്തിൻ്റെ ഉണർവിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അതെല്ലാം ആ നാട്ടിലെ മതേതരക്കാരുടെ സംഭാവനയാണ് എന്ന് വീമ്പ് പറയേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അധികമായ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു സമൂഹം സംഘടിതമായി മാറിയതിൻ്റെ അടയാളമാണ്. മറ്റൊന്ന് സർവ്വസാധാരണ മനുഷ്യത്വത്തിൻ്റെ അടയാളമാണ്. അതിനെ ഹിന്ദുക്കൾക്കെതിരായ, അല്ലെങ്കിൽ RSSനെതിരായ, അല്ലെങ്കിൽ BJPക്കെതിരായ ഒരു ആക്രമണമായി ഉപയോഗിക്കാനുള്ള ആയുധമായി അരുണിനെ പോലെ തരം താണ ഒരു കൂലിക്കാരൻ എന്നല്ലല്ലോ, ഒരു അടിമപ്പണി എടുക്കുന്ന മറ്റാർക്കോ വേണ്ടിയുള്ള ഒരു മാധ്യമപ്രവർത്തനത്തിന് കൂട്ടിക്കൊടുപ്പിൻ്റെ പണിയാക്കി മാറ്റിയ അരുണിൻ്റെ നിലവാരത്തിന് ചേരുവായിരിക്കാം. പക്ഷെ അത് RSSൻ്റെ ചെലവിൽ വേണ്ട, ഹിന്ദുക്കളുടെ ചെലവിൽ വേണ്ട, BJPയുടെ ചെലവിൽ വേണ്ട എന്നുള്ള കാര്യവും കൂടി ഓർക്കണം. ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മഹാത്മ്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മഹാത്മ്യം. അങ്ങനെയാണെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കോടിക്കണക്കിന് രൂപ ആയിരുന്നല്ലോ മതപരമായ ഹിന്ദു വിശ്വാസികളുടെ മാത്രം പണമാണ് അവിടെ വരുന്നത്. അമ്പലത്തിലെ കാണിക്ക എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിനോട് വിശ്വാസമുള്ളവരുടെയാണ്. ആ കാണിക്ക മതേതര കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ട്രഷറികളിലേക്ക് മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ അരുൺ എവിടെയായിരുന്നു? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഉണ്ടായിരുന്നുവോ? മറ്റൊന്ന്, 1980 ശേഷം എല്ലാ വർഷവും ഓഡിറ്റ് നടത്തണമെന്നാണ്, അവിടുത്തെ വസ്തുവകകളുടെ കണക്കെടുക്കണമെന്നാണ്, ഓരോ വർഷവും കണക്കെടുക്കണമെന്നാണ്.
എത്രയോ ദശാബ്ദങ്ങളായി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. അവിടെയുള്ള വസ്തുവകകൾ ഏതാണെന്ന് ആർക്കും അറിയത്തില്ല. എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ കോടതി അതിന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പിന്നീട് ഇടപെട്ട് അതിന് റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ പുറത്തു വന്ന ചില കാര്യങ്ങൾ, അവിടെ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൻ്റെ കാലഘട്ടം അനുസരിച്ച് പുതുക്കാത്തത് കൊണ്ട്, ആ നിക്ഷേപം പുതുക്കാത്തത് കൊണ്ട് 79 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഒരു റിപ്പോർട്ട്. മറ്റൊന്ന്, അവിടെ ഭക്തർ സമർപ്പിക്കുന്ന ധാരാളം വസ്തുവകകളുണ്ട്. ഈ അവിടുത്തെ ഇൻവെൻട്രിയിൽ എഴുതാതെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഡയറിയിലും നോട്ട് ബുക്കിലും മാത്രം എഴുതുന്ന വസ്തുവകകൾ അതെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. വേറെ ഒന്ന്, 530 കിലോഗ്രാം ആനക്കൊമ്പ് കാണാനില്ല. എത്ര കോടികളുടെ ആയിരിക്കും ആ ആനക്കൊമ്പ്? എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വസ്തു ആനക്കൊമ്പ് അവിടെ ചരിയുന്ന ആനകളുടെയോ അല്ലെങ്കിൽ കൊമ്പിന് നീളം കൂടുമ്പോൾ മുറിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്ന 530 കിലോ ആനക്കൊമ്പ് കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ആര് തട്ടിയെടുത്തു? എവിടെയായിരുന്നു അരുണിൻ്റെ റിപ്പോർട്ടർ മാധ്യമപ്രവർത്തനവും അന്വേഷണാത്മകതയും മതേതരത്വവും ഒക്കെ എവിടെയായിരുന്നു? ഇത് മാത്രമല്ല, 2000 കിലോയോളം വരുന്ന വെങ്കല പാത്രങ്ങൾ, ചാക്ക് കണക്കിന് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ഉരുളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും കണക്കില്ല. സ്വർണത്തിന് തൂക്കത്തിന് വലിയ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കാണാനില്ല, കോടിക്കണക്കിന് രൂപ കാണാനില്ല. ഇതൊക്കെ അരുൺ പറയുന്ന ഈ മതേതരക്കാർ നടത്തിയ ഭരണത്തിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടെന്ന് ഒരു ഒറ്റ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ RSSകാർ എതിര് നിന്നു എന്ന് പറയാനും മാത്രമുള്ള, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, നാട്ടിൻപുറത്താണെങ്കിൽ അല്ലെങ്കിൽ സംസ്കൃതീകരിച്ച് പറഞ്ഞാൽ പിതൃശൂന്യത എന്നൊക്കെ പറയേണ്ടതാണ്, ഞാനത് ഉപയോഗിക്കുന്നില്ല. RSSനോട് വിരോധമാകാം, BJPയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം. പക്ഷെ ഇത്രയും നാണം കെട്ട ഇല്ലാത്ത കാര്യം പറഞ്ഞ്, നുണ പറഞ്ഞ് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ കൂട്ടിക്കൊടുപ്പ് നടത്തരുത്. അത് മര്യാദയല്ല, അത് ശരിയുമല്ല. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും നടത്തിപ്പുകാരും മേൽനോട്ടക്കാരും അതിൻ്റെ ഗുണഭോക്താക്കളും മുഴുവൻ ഹിന്ദുക്കളുമാണ്. അത് ഏതെങ്കിലും ജാതിക്കെതിരായ സമരമായിരുന്നില്ല. കാരണം ഈ രണ്ട് സമരവും, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടത്തിയത് എല്ലാ സമജാതികളിലും പെട്ട ആൾക്കാർ ചേർന്നിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ജാതിക്കെതിരായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? അതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊരു പങ്കുമില്ല. ആ ചരിത്രവും കൂടി അറിയണം, പറയുകയും ചെയ്യണം. അതുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സംഭവിക്കാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ച് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആർക്കെങ്കിലും കൂട്ടിക്കൊടുപ്പിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ഏജൻസിയാണോ ഇല്ലയോ എന്ന് ആരെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. അതിലെ ഏറ്റവും വലിയൊരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ വേഷം കെട്ടുന്ന അരുൺ ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം നാണം കെട്ട പ്രസ്താവനകൾ ഒരു ഡോക്ടർ അരുൺ എന്നാണല്ലോ പറയുന്നത്, ഒരു യൂണിവേഴ്സിറ്റി PhD ഉണ്ടെന്നാണല്ലോ താങ്കൾ അവകാശപ്പെടുന്നത്. ഡോക്ടറേറ്റുള്ള ഗവേഷണം ഒക്കെ നടത്തി പരിചയമുള്ള ഒരാളിന് ഇത്രയും നാണം കെട്ട നുണ പ്രചരിപ്പിക്കാൻ ഉളുപ്പില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ഡോക്ടറേറ്റിൻ്റെ മെച്ചമാണോ, അതോ താങ്കളുടെ പൈതൃകത്തിൻ്റെ സവിശേഷതയാണോ? ഏതാണ്? ദയവായി ഇങ്ങനെ രാഷ്ട്രീയം കളിക്കരുത്, ഇങ്ങനെ വർഗീയത വളർത്തരുത്, ഇത്തരം അടിമപ്പണി ചെയ്യരുത് എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.